ഞാൻ മിസ്റ്റർ മാത്യു കഴിഞ്ഞ മാസം ആദ്യം ദാറ്റ് ഈസ് എൻഡ് ഓഫ് നവംബർ എനിക്കൊരു ഓപ്പൺ ഹാർട്ട് സർജറി ആവശ്യം വന്നു. CABG ദാറ്റ് ഈസ് കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റ്. 3 bypass ഉണ്ടായിരുന്നു ഡ്യൂ ടു എ ബ്ലോക്ക് 4 blocks in my coronary artery. It was fixed by removal of a artery from the chest and one from the leg vein. So it involved rehabilitation or the physiotherapy at this juncture, rehabilitation of the breathing plus steadiness, balance, improvement of stamina while walking. ഇതിനു വേണ്ടിയിട്ടൊക്കെയാണ്. അപ്പം അതിലേക്കായിട്ട് ഞാൻ തുടങ്ങിയപ്പോൾ എനിക്ക് എഴുന്നേറ്റിരിക്കാനൊക്കെ പ്രയാസം ഉണ്ടായിരുന്നു, അസിസ്റ്റൻസൊക്കെ ആവശ്യമുണ്ടായിരുന്നു. സ്ലോലി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ ഹോസ്പിറ്റലിലായിരിക്കുമ്പോൾ തന്നെ ഫിസിയോതെറാപ്പി അവരുടെ ഹോസ്പിറ്റലിൽ നിന്ന് ചെയ്യുമായിരുന്നു. അത്യാവശ്യം പിടിച്ചുകൊണ്ടൊക്കെ നടക്കുമായിരുന്നു. ഞാൻ ഇവിടെ വന്നിട്ടിപ്പോൾ 1 മാസമായി. എന്നും ഫിസിയോതെറാപ്പി ചെയ്യാറുണ്ട്. ഒരു 45 minutes to 1 hour ഡെയിലി ചെയ്യുന്നുണ്ട്. അതൊരു സ്റ്റാർട്ട്സ് വിത്ത് വാക്കിംഗ്, മോർ ദാൻ സ്പീഡ്, ഡ്യൂറേഷൻ. പ്ലെയിൻ ലെവൽ ഗ്രൗണ്ടിലാണ് ആദ്യമൊക്കെ. അത് കഴിഞ്ഞിട്ടൊരു ഫ്ലൈറ്റ് ഓഫ് സ്റ്റെപ്പ് കയറുക ഇറങ്ങുകയും ചെയ്യും. അത് കഴിഞ്ഞ് ഇവിടെ വന്ന് there are exercises, a pattern of exercises involving arms, movement of arms and limbs while breathing in and out, thereby improving the lung capacity. ഇപ്പോഴെനിക്ക് സ്റ്റഡി ആയിട്ട് നടക്കാം. എൻ്റെ പോസ്റ്ററൊക്കെ കറക്റ്റാണ്. ഇൻ അഡീഷൻ ടു ദാറ്റ് ഞാൻ പറഞ്ഞല്ലോ, വെയിന് കാലിൽ നിന്നാണ് എടുത്തത്. അപ്പോൾ കാലിൻ്റെ ആംഗിളൊക്കെ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ എനിക്ക് പ്രയാസം ഉണ്ടായിരുന്നു. നൗ ഈ പ്രോസസ്സ് കഴിഞ്ഞപ്പോൾ എനിക്ക് ആ ഇടത്തെ കാലിൻ്റെ ആംഗിള് ലിഫ്റ്റ് ചെയ്യുകയും താക്കുകയും ഈസി ആയിട്ട് ചെയ്യാം. വേദനയൊന്നുമില്ല. ഐ ഫീൽ ബെറ്റർ നൗ. താങ്ക് യു.